ഇത് ശൈല ടീച്ചർ ഒതുക്കാനെന്നൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നത്. കാരണം അവർ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കോവിഡ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ നടത്തിയിട്ടുള്ള ഇടപെടൽ. അതിന്റെ എഡ്ജ് അദ്ദേഹത്തിനുണ്ട്. അത് സാധാരണ രീതിയിൽ അദ്ദേഹത്തെ തോൽപ്പിക്കും. മുകേഷ് നല്ലൊരു മനുഷ്യനാണ്, നല്ല സിനിമാക്കാരനൊക്കെ ശരിയാണ്. പക്ഷെ പ്രേമേന്ദ്രൻ എന്ന രാഷ്ട്രീയക്കാരനെ വെട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും സിറ്റി എം പിമാരെ മത്സരിപ്പിക്കാൻ ആവശ്യമൊന്നുമില്ലായിരുന്നു. അതായത് ചില ആന്റോ ആന്റണിക്ക് പകരം പുതിയ ആളെ മത്സരിപ്പിക്കാമായിരുന്നു. അപ്പൊ എല്ലാ സ്ഥലത്തും സിറ്റി സുധാകരനെ മത്സരിക്കേണ്ട ആവശ്യമില്ല, ആന്റോ ആന്റണി മത്സരിക്കേണ്ട ആവശ്യം. അവിടെയൊക്കെ പുതിയ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്താൽ കുറച്ചുകൂടി വോട്ട് അവർക്ക് നേടാൻ പറ്റും. അത് കോൺഗ്രസ് ആയിട്ട് എന്ത് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇവന്മാര് റിബല് കളിക്കില്ല. കോൺഗ്രസിന്റെ ഗതികേട് കൊണ്ട് ചെയ്യുന്നതാണ്. സിറ്റി എം പിമാർക്ക് ചില സ്ഥലത്ത്, ഉദാഹരണമായിട്ട് ഇപ്പൊ രാഘവൻ അല്ലെങ്കിൽ അവിടെ വൻ മാർജിന് തോൽക്കും. രാഘവൻ ആയതുകൊണ്ട് അവിടെ മത്സരം കാഴ്ചവെക്കാൻ പറ്റും. എങ്കിൽ ഇപ്പോൾ LDF ഫണ്ടലാണ്, LDF ജയിക്കാനാണ് സാധ്യത. പക്ഷെ രാഘവന്റെ സ്ഥാനത്ത് വേറെ ഒരാളെ നിർത്തി കഴിഞ്ഞാൽ അവിടെ 8 മണിക്ക് തോറ്റോ 9 മണിക്ക് തോറ്റോ എന്ന് വെച്ചാൽ മതി. പ്രേമേന്ദ്രൻ അവിടെ പൊതുവെ എല്ലാ കമ്മ്യൂണിറ്റിയും സ്വീകാര്യമാണ്. പിന്നെ പ്രേമേന്ദ്രനെതിരെ നിങ്ങൾ ഇലക്ഷൻ സമയത്ത് RSSുമായിട്ട് ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാരെ വിശ്വസിക്കില്ല. അയാൾ നന്നായി ഡൽഹിയിൽ പറ്റിയൊരു MP ആണ്, നല്ല ഇംഗ്ലീഷും ഒക്കെ അറിയുന്ന, പിന്നെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു MP ആണ്. അതിന്റെ എഡ്ജ് അദ്ദേഹത്തിനുണ്ട്. അത് സാധാരണ രീതിയിൽ അദ്ദേഹത്തെ തോൽപ്പിക്കും. മുകേഷ് നല്ലൊരു മനുഷ്യനാണ്, നല്ല സിനിമാക്കാരനൊക്കെ ശരിയാണ്. പക്ഷെ പ്രേമേന്ദ്രൻ എന്ന രാഷ്ട്രീയക്കാരനെ വെട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കൊല്ലത്ത് പ്രധാനമായിട്ട് വികസനമായിരിക്കും. കാരണം കൊല്ലത്ത് നമ്മൾ കൊല്ലത്തായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് കുടുങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ബ്ലോക്ക് കൊല്ലത്തില്ല. അതൊക്കെ അവിടുത്തെ നാട്ടുകാർ കാണുന്നുണ്ടല്ലോ. അവിടെയും ബിസിനസ് ക്ലാസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ അയാൾ ആക്സസിബിൾ ആണ്. പിന്നെ അയാൾ നല്ല മാന്യനാണ്, നല്ല രീതിയിൽ ഇടപെടുന്ന ആളാണ്. അപ്പൊ അയാളെ വ്യക്തിത്വം അല്ലെങ്കിൽ അവിടുത്തെ വികസനം ഇതൊക്കെ തന്നെ വോട്ടായി മാറും. അല്ലാതെ പ്രേമനല്ലേ വേറൊരാളാണെങ്കിൽ ചിലപ്പോൾ മുസ്ലിം വോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ പ്രേമനെ സംബന്ധിച്ച് എല്ലാവർക്കും സ്വീകാര്യനാണ്. അല്ല, ബലിയാടാക്കുന്നില്ല. TP ആ മണ്ഡലം ബേസിക്കലി LDF മണ്ഡലമാണ്. അത് 2009 ഇലക്ഷനിൽ TP മത്സരിച്ച കുറച്ച് വോട്ട് പിടിച്ചുകൊണ്ടാണ് LDF അവിടെ തോൽക്കുന്നത്. പിന്നെ TPയുടെ വധം വന്നു, ശബരിമല വിഷയം വന്നു. ഇതിനൊക്കെ പുറത്ത് പിന്നെയും ജയിച്ചു എന്നുള്ളതേ ഉള്ളൂ. 3 തവണ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് UDF ജയിക്കുന്നുണ്ട്. അത് പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട്. ആ സാഹചര്യങ്ങൾ ഒന്ന് ജനതാദൾ 2009 കോഴിക്കോട് സീറ്റ് നിഷേധിച്ചപ്പോൾ അവര് അതിശക്തമായിട്ട് LDFനെതിരെ രംഗത്ത് വന്നു. അവർ കേറാമല തുടങ്ങിയ ചില പഞ്ചായത്തുകളിൽ ശക്തമായ സ്വാധീനമുണ്ട് വടകരയിലൊക്കെ. ഇത്തവണ അവർ LDFന്റെ കൂടെയാണ്. പിന്നെ മുസ്ലിം ലീഗ് മുസ്ലിങ്ങളെ വോട്ട് പൊതുവെ UDFന് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം പിണറായി വിജയൻ അണ്ടറിൽ കോൺഗ്രസിനെക്കാട്ടും മുസ്ലിങ്ങൾക്ക് സ്വീകാര്യം ആരാണ്? ഇദ്ദേഹമാണ്. CPM ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് മുസ്ലിം വോട്ടിൽ ഷിഫ്റ്റ് വന്നു. അപ്പം പിന്നെ ഈ പറയുന്ന ആകപ്പാടെ പോയ വോട്ടുകൾ തിരിച്ചു കിട്ടാത്ത വോട്ട് RMPയുടെ വോട്ടുകളാണ്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. അവിടെ കേരള കോൺഗ്രസ് മാണിക്ക് നല്ല സ്വാധീനമുണ്ട്. ഈ കുറ്റ്യാടി, പേരാമ്പ്ര മണ്ഡലങ്ങള്, മലയോര പ്രദേശം. ഈ മലയോര പ്രദേശങ്ങളിൽ പേരാമ്പ്ര ശരിക്കും UDF നിൽക്കുമ്പോൾ മാണിയുടെ മണ്ഡലമായിരുന്നു. അപ്പൊ ഈ മണ്ഡലത്തിലൊക്കെ കേരള കോൺഗ്രസ് വോട്ട് UDFന് LDFലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ ഈ പറയുന്ന RMPയുടെ വോട്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഭൗതികമായ വസ്തുനിഷ്ഠമായ സാഹചര്യത്തിൽ LDF വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കേണ്ട മണ്ഡലമാണത്. അത് മുരളിയിലെ കഴിവുകേട് കൊണ്ടല്ല, ചരിത്രപരമായ ഇടതുപക്ഷ മണ്ഡലമാണത്. അപ്പൊ അതുകൊണ്ട് അവിടെ മേൽക്കൈ ഇടതുപക്ഷത്തിന് തന്നെയാണ്. പിന്നെ ശൈല ടീച്ചർ ഒതുക്കാനെന്നൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നത്. കാരണം അവർ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കോവിഡ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ നടത്തിയിട്ടുള്ള ഇടപെടൽ. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ദേശീയ തലത്തിൽ, അല്ലെങ്കിൽ അവർക്ക് ഭേദപ്പെട്ട ഇംഗ്ലീഷും ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ആക്സെന്റ് ഉള്ള. അപ്പൊ അവര് ദേശീയ തലത്തിൽ അങ്ങനെ പ്രതിപക്ഷത്തെ ശക്തമായ MP മാരല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് നന്നായി അവിടെ പെർഫോം ചെയ്യാൻ, ദേശീയ നേതാവായി എമേർജ് ചെയ്യാൻ, ചിലപ്പോൾ അങ്ങനെ പോളിറ്റ് ബ്യൂറോയിലെത്താനും. പോളിറ്റ് ബ്യൂറോയിലെത്തി ഇവിടെ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രതിസന്ധിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. ഞാൻ അവരൊരു CPMന്റെ അനേകം നല്ല നേതാക്കന്മാർ ഒരാളായിട്ട് കാണുന്നുള്ളൂ. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർ ചിലപ്പോൾ അവർ കൂടെ നല്ല പ്ലേസ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്.